എം പ്രകാശൻ വിഴിഞ്ഞം തുറമുഖവുമായി നേരിട്ട് ഇത്രയും നാൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നയാളാണ് ശ്രീ സതീഷ് ഗോപി. അദ്ദേഹമാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് ഈ എല്ലാ കാര്യങ്ങളും ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അറിയാം. ഇത് 88 മുതൽ ഇതിന്റെ ഒരു കാര്യങ്ങൾ പഠനം തുടങ്ങി. പിന്നീട് കണ്ടെയ്നർ ടെർമിനൽ എന്ന രീതിയിലുള്ള പദ്ധതിയിലേക്ക് വരുന്നു. 2005 കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി. 2015 കരാറപ്പെടുന്നു. പിന്നെ ഇങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണല്ലോ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഇതിനു വേണ്ടി ഒരു രാഷ്ട്രീയ തർക്കത്തിന്റെ ആവശ്യം ഈ ഘട്ടത്തിലുണ്ടോ? ആരുടെ സന്തതിയാണ് വിഴിഞ്ഞം എന്ന് ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അത് ഒരു വൻ വികസന പദ്ധതിയെ നമ്മൾ ചെറുതായി കാണുന്നതിന് തുല്യമായി പോവുകയില്ലേ? ഇതില് 30 വർഷത്തിന് മുമ്പ് ആരംഭിക്കാൻ തീരുമാനിച്ച ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. 96 നായനാർ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് സംബന്ധിച്ചൊരു ശാസ്ത്രീയ പഠനത്തിന് സർക്കാർ ഒരു സമിതി നിയോഗിക്കുന്നത്. അതിനുശേഷം എത്ര തവണയാണ് ഈ പദ്ധതി തടസ്സപ്പെട്ടിട്ടുള്ളത് എന്നും ആ പദ്ധതി എങ്ങനെയാണ് തടസ്സപ്പെട്ടത് എന്ന കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് അതിനകത്ത് രാഷ്ട്രീയം ഉയർന്നു വരുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് 2006 ഒരു കമ്പനിക്ക് ഇതിന്റെ ടെൻഡർ കൈമാറാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് അത് കൈമാറാൻ തീരുമാനിക്കുന്ന സമയത്ത് കേരളത്തിന് UDFന്റെ ഗവൺമെന്റാണ്. എന്നാൽ കമ്പനി ഏറ്റെടുത്ത കമ്പനികളിൽ ഒരു ചൈനീസ് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് AK ആന്റണി, ഇവിടെ AK ആന്റണി ഉള്ള കാലത്താണ് ഈ പദ്ധതി പാസാക്കി അയക്കുന്നത്. AK ആന്റണി കേന്ദ്രമന്ത്രിയായ കാലത്താണ് ഇതിന്റെ അനുമതി നിഷേധിച്ചത് എന്നുള്ളത് നിഷേധിക്കാനാവുന്ന ഒരു കാര്യമല്ല. രണ്ടാമത് ഇന്നുകൂടി എപ്പോഴാണ് ഈ പദ്ധതി വലിയ നിലക്ക് നിഷേധിക്കപ്പെടുന്ന കഴിയുണ്ടായത്? അത് തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി 2010 ഒക്ടോബറിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ്, അതിന് ജയറാം രമേശ് മന്ത്രിയായ കാലത്താണ് പരിസ്ഥിതി മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നത്. ആദ്യത്തെ അനുമതി നിഷേധിച്ചു, പിന്നത്തെ അനുമതി നിഷേധിച്ചു. ഇത് രണ്ടു സന്ദർഭങ്ങളിൽ ഈ പദ്ധതി ഇഴഞ്ഞു പോകാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. പിന്നീട് ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ അവസാന കാലം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്ന അതിശക്തമായിട്ട് സമരങ്ങൾ കേരളത്തിൽ നടന്നു. കേരളത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കോടിയേരി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ജനകീയ കൺവെൻഷൻ 2012 23/10 നടന്നു. അതുപോലെ 3/4/13 വീണ്ടും ഒരു കൺവെൻഷൻ ചേർന്നു. 2013 ഏപ്രിൽ 16 വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു വലിയ മനുഷ്യ ചങ്ങല തീർക്കുന്ന നിലയുണ്ടായി. 212 ദിവസം തുടർച്ചയായിട്ട് CPIM ഇതുമായി ബന്ധപ്പെട്ട് പാളയം രക്തസാക്ഷി മന്ദിരത്തിൽ സമരം കടന്നു. അങ്ങനെ ഒടുവിലാണ് 2015 അവസാനം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോകുന്ന സമയത്ത് ഈ പദ്ധതി ആരംഭിക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുന്നത്. എങ്കിൽ പോലും ആ ഗവൺമെന്റ് കാലത്ത് ഇത് സംബന്ധിച്ചിടത്തോളമുള്ള ഏതെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു 10 കൊല്ലക്കാലം കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയേണ്ട ഒരു പദ്ധതി അത് പൂർത്തീകരിക്കാൻ 30 കൊല്ലക്കാലം എടുത്തു എന്നുള്ളതും പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കോവിഡും ഓക്കിയും പ്രളയവും എല്ലാം ഉണ്ടായിട്ടും ഇത്രയും വേഗത്തിൽ ഈ പദ്ധതി വരുന്ന ഈ 2014 തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു നിലയിലേക്ക് എത്തിയത് എന്നുള്ളത് ഈ പദ്ധതി നടത്തിപ്പിന് വേണ്ടി ആരാണ് നിന്നത്, ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ആരാണ് നിന്നത് എന്ന് രാഷ്ട്രീയത്തെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. ഒരു കാര്യം രാഷ്ട്രീയമൊന്നും ഇല്ലാതെ ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയുന്നത് UDFന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റാണ് രണ്ടു സന്ദർഭങ്ങളിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നത്. ഒന്ന് ഈ പറഞ്ഞ ചൈനീസ് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത് പരിസ്ഥിതി അനുമതി നിഷേധിച്ചുകൊണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് 4 കൊല്ലമാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടന്നില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഗൗരവമായ നിലക്ക്. ശരി ശ്രീ എം പ്രകാശം, ശരിയാണ്. പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ ഈ നിർമ്മാണ ജോലികളിലേക്ക് പോയതും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയതും. പക്ഷെ ഇവിടെ ഇനി അത് ആ ഒരു കാര്യം കൊണ്ട് ഈ പ്രതിപക്ഷത്തെ ഇങ്ങനെ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് വിളിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഈ ഒരു ഘട്ടത്തിൽ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അകറ്റി നിർത്തിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷത്തിന് ഡ്യൂ റെസ്പെക്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ആർക്കും തോന്നുക. ഇപ്പോ അതിന്റെ കാണാൻ വേണ്ടി കേരളീയം പ്രതിപക്ഷത്തെ കൂടി പങ്കെടുപ്പിച്ച് നടത്താൻ തീരുമാനിച്ചതാണ്. നവകേരള സദസ്സ് അവരെ കൂടി പങ്കെടുപ്പിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നവകേരള നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം, ലോക കേരള സഭ, അതുപോലെ തന്നെ ആഗോള നിക്ഷേപ സംഗമം, ഇവയെല്ലാം തീരുമാനിച്ചത് കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ്. അവർ കൂടി പങ്കെടുക്കാൻ തീരുമാനിച്ചതാണ്. നിർഭാഗ്യം വെച്ചാൽ അവയൊന്നുമായിട്ട് ഒരു കാരണവശാലും സഹകരിക്കാനാവില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷമാണ്. അത് പ്രതിപക്ഷത്തെ നിഷേധിപ്പിക്കുക, അവരുമായിട്ട് ബന്ധമില്ലാതിരിക്കുക, അത്തരമൊരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയാനാവില്ല.
ഗവൺമെന്റിനോട് നിഷേധാത്മകമായ നിലപാട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ജനക്ഷേമവുമായി ബന്ധപ്പെട്ട നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടക്കം ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ള ഒരു നിഷേധമായിട്ടുള്ള പരമായിട്ട് നിലപാട് അത് സ്വീകരിക്കുന്നത് UDF ആണ്. അത് നിർഭാഗ്യകരമായ നിലപാടാണ് എന്നുള്ള പലവട്ടം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം ബോധ്യമുണ്ട്. കേരളത്തിന്റെ വികസന കാര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി കഴിയണം. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് നടക്കുന്നത്. ഭരണരംഗത്ത് അതുപോലെ യോജിപ്പും വിയോജിപ്പും ഉണ്ടാവാം, പ്രതിപക്ഷവും ഭരണപക്ഷവും. പക്ഷെ നാടിന്റെ വികസനം ഒരു രാഷ്ട്രീയ വിഷയമല്ല, ജനങ്ങളുടെ വിഷയമാണ്. ആ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും സഹകരിക്കണം, എല്ലാവരെയും സഹകരിപ്പിക്കണം. ഇതാണ് LDFന്റെ നിലപാട്. ഇക്കാലം അത്രയും നമ്മൾ സ്വീകരിച്ചു പോകുന്നുള്ള നിലപാട് അതാണ്. ശരി 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 ശ്രീ എം പ്രകാശ്, താങ്കൾ അല്പസമയത്തിനകം ലൈവായിട്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.